വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗുരുതര അനാസ്ഥ മൂലം ആലപ്പുഴ സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിൽ കുടുങ്ങിയ ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുത്തു. കൊച്ചി അമൃത ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് കത്രിക പുറത്തെടുത്തത്. കത്രികയുടെ അഗ്രം ഒടിഞ്ഞ നിലയിലാണ്. കേസ് അന്വേഷിക്കുന്ന അമ്പലപ്പുഴ പോലീസിന് കത്രിക കൈമാറുകയും ചെയ്തു. അബ്ദുൾ റഹീമാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അബ്ദുൾ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള വിഷയമാണ്. അതിൽ പക്ഷേ ആശ്വാസകരമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഈ ഒരു കത്രിക പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 5 വർഷമായിട്ട് ഉഷ ഈ ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന കത്രികയാണ് പുറത്തെടുത്തിരിക്കുന്നത്. വിജയകരമായി തന്നെ ആ ശസ്ത്രക്രിയ പൂർത്തിയായി എന്നുള്ള വിവരം നമുക്ക് സന്തോഷകരമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്നത്തെ ഈ ഒരു ശസ്ത്രക്രിയ നടപടികളൊക്കെ? നിലവിൽ ഉഷയുടെ ആരോഗ്യനില എങ്ങനെയാണ്? സ്വാതി, ഇന്ന് രാവിലെയോടുകൂടി ആരംഭിച്ച ശസ്ത്രക്രിയ ഏകദേശം 12 മണിക്ക് ശേഷമാണ് അവസാനിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷ ആരോഗ്യവതിയായി തന്നെ ഇരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. അമൃത ആശുപത്രിയിലെ എല്ലാ വിഭാഗത്തിൻ്റെയും, അതായത് ഗ്യാസ്ട്രോളജി, അതോടൊപ്പം തന്നെ ഗൈനക്കോളജി തുടങ്ങിയ വകുപ്പുകളുടെ മേധാവിമാരായിരുന്നു ഉഷയുടെ ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. കൂടാതെ സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സൂപ്രണ്ടും അതോടൊപ്പം തന്നെ മറ്റൊരു ഗൈനക്കോളജി മേധാവിയും അവിടെ നിന്ന് ഈ സർജറിക്ക് വേണ്ടി അമൃത ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ സർജറി നടന്നത്. ഏതായാലും ശസ്ത്രക്രിയ പൂർത്തിയായതോടെ നിലവിൽ ആരോഗ്യവതിയായി തന്നെ ഉഷ ആശുപത്രിയിൽ തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിലും ഉഷ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഉഷയുടെ ഡിസ്ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. നേരത്തെ ഈ ഉഷയുടെ ശസ്ത്രക്രിയയ്ക്ക് അടക്കമുള്ള സാമ്പത്തിക സഹായം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ ആ ചികിത്സ ഏറ്റെടുക്കും എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ വലിയ ഒരു ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷമായി വലിയ രീതിയിൽ ദുരിതം പേറിയാണ് ഉഷ ജോസഫ് നടന്നിരുന്നത്. നേരത്തെ, അതായത് ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഈ ഗർഭപാത്രം നീക്കാനുള്ള ഓപ്പറേഷൻ നടത്തിയതാണ്. അതിനുശേഷമാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. ആ സമയത്താണ് ഉഷയുടെ വയറ്റിൽ ഈ കത്രിക കുടുങ്ങുകയും പിന്നീട് പലതവണ വേദന അനുഭവിച്ച ഉഷ ഈ ആശുപത്രിയിൽ എത്തുകയും അവിടെ ഡോക്ടർമാരെ കാണുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ആ സമയത്തൊക്കെ പറഞ്ഞത് മൂത്രത്തിൽ കല്ലിന്റെ അസുഖം കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വീണ്ടും ഇങ്ങനെ വേദന വരുന്നത് എന്നുള്ളതായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ഏതെങ്കിലും കാര്യമായൊരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിശോധനയ്ക്കോ മറ്റു ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീടാണ് ഇത്തരത്തിൽ ഈ വേദന അത്ര സഹിക്കാതെ വന്നപ്പോഴാണ് പിന്നീട് ഈ എക്സ്റേ എടുത്ത് പരിശോധന നടത്തുകയും അവിടെ ഈ കത്രിക കിടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തത്. പിന്നീട് ഇത് വലിയ ആരോപണങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ വഴിവെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ, കൂടാതെ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വരുന്നു. അങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കണ്ടതാണ്. ഏതായാലും അതിന് ഒരു ആശ്വാസ വാർത്ത ഇന്ന് പുറത്തു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശസ്ത്രക്രിയ ഉപകരണം വളരെ വിജയകരമായി തന്നെ ഉഷയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. പുറത്തെടുത്ത കത്രിക അമ്പലപ്പുഴ പോലീസിൽ കൈമാറിയിട്ടുണ്ട്. കാരണം ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് അന്വേഷിക്കുന്നത് അമ്പലപ്പുഴ പോലീസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ പോലീസിലേക്ക് ഇതിൻ്റെ ഈ കത്രികയും മറ്റും കൈമാറിയിട്ടുള്ളത്. എന്നാലും ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കണം. കൂടാതെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചുള്ള നടപടിയും ഉണ്ടായിരുന്നു. കാരണം ഈ ഉഷയുടെ സർജറി നടത്തിയ ഡോക്ടർമാരെയും അതുപോലെ തന്നെ ഡോക്ടർ ഷാഹിദയെയും അതോടൊപ്പം തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്ക്രബ് നഴ്സിനെയും ആരോഗ്യവകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ ഇവർ നിരന്തരം ഈ കാണിച്ചുകൊണ്ടിരുന്ന ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടറുടെ ഇന്നലത്തെ പ്രതികരണമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. കാരണം 50 വർഷം വയറ്റിലിരുന്നാലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ലളിതാംബികയുടെ ഭാഗത്തു നിന്നുണ്ടായതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ടായതാണ്. ഏതായാലും ഇതിനൊക്കെ ഏറ്റവും ഒടുവിലായി സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ ഉഷ ഇപ്പോൾ ആരോഗ്യവതിയായി ഇരിക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിലും ഈ സ്വാഭാവികമായും ഡോക്ടർമാരുടെ നിരീക്ഷണങ്ങൾ ഉഷയ്ക്ക് ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും ഡിസ്ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും വലിയ വിവാദങ്ങളൊക്കെ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. നേരത്തെ ഹർഷിനയുടെയൊക്കെ വിഷയം നമുക്ക് അറിയാവുന്നതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ നിന്നിരുന്ന സമയത്ത് ഹർഷിന കഴിഞ്ഞിട്ടൊക്കെയാണ് വീണ്ടും സമരവുമായി രംഗത്തേക്ക് വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഉഷയുടെ
വിഷയം കൂടി വരുന്നത്. ഹർഷിന അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് താൻ ഇങ്ങനെ സമരത്തിലേക്ക് ഇറങ്ങുന്നത് തന്നെ പോലെ മറ്റൊരാൾ ബുദ്ധിമുട്ടിലാകരുത് എന്നുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ അത് അല്ല, ആരോഗ്യവകുപ്പിന് വീണ്ടും വീഴ്ച സംഭവിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഉഷയുടെ സംഭവം. അങ്ങനെ ആരോഗ്യവകുപ്പിനെ പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നിരന്തരം പ്രതിക്കൂട്ടിലാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനെ വലിയ രീതിയിലുള്ള ആയുധമാക്കി പ്രതിപക്ഷം മാറ്റുന്നുണ്ട്. കാരണം തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതിനെ ആ രീതിയിൽ തന്നെ ആരോഗ്യവകുപ്പിന്റെ വലിയ വീഴ്ച എന്ന് തന്നെ പ്രചാരണമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. സ്വാതി. ശരി റഹീം, എന്തായാലും വലിയ ചർച്ചയായ വിഷയമാണ്. അതിൽ ഇപ്പോൾ ഉഷ ആരോഗ്യവതിയായി ഇരിക്കുന്നു എന്നുള്ള കാര്യം ഏറെ ആശ്വാസകരം ആയിട്ടുള്ള കാര്യം തന്നെയാണ്.